എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ജൂലൈ മാസം കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, ഈ വരുന്ന കുംഭക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും ഒക്കെ സമയമാണ്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഏഴരശനി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈ മാസത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിലിനെയും ബിസിനസ്സിനെയും സാമ്പത്തികത്തെയും കുടുംബത്തെയും പ്രണയത്തെയും വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒപ്പം ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ അകറ്റാനുള്ള ലളിതമായ പരിഹാരങ്ങളും ഈ വീഡിയോയുടെ അവസാനം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. മാസഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂലൈ 16 വരെ നിങ്ങളുടെ 5-ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 6-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നു. ചൊവ്വ നിങ്ങളുടെ 4-ാം ഭാവമായ ഇടവൻ രാശിയിൽ തുടരുന്നു. ബുധൻ ജൂലൈ 7-ാം തീയതി വരെ 6-ാം ഭാവത്തിലായിരിക്കും. എന്നാൽ 7-ാം തീയതി വക്രഗതിയിലായി വീണ്ടും 5-ാം ഭാവമായ മിഥുനൻ രാശിയിലേക്ക് വരുന്നുണ്ട്. വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി നൽകുന്നു. ശുക്രൻ 7-ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ്. ശനി നിങ്ങളുടെ 2-ാം ഭാവമായ മീനൻ രാശിയിൽ തുടരുകയാണ്. ഏഴരശനിയുടെ അവസാന ഘട്ടമാണ്. രാഹു നിങ്ങളുടെ സ്വന്തം രാശിയായ കുംഭത്തിലും കേതു 7-ാം ഭാവമായ ചിങ്ങത്തിലുമാണ്. ഈ ഒരു ഗ്രഹസ്ഥിതി മുൻനിർത്തി കുംഭൻ രാശിക്കാരുടെ ഈ മാസത്തെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുംഭൻ രാശിക്കാരുടെ തൊഴിൽ ബിസിനസ് മേഖലകളെക്കുറിച്ച് പറയാം. നിങ്ങളുടെ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതും ജൂലൈ 16-ന് ശേഷം സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് എത്തുന്നതും തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ പിടിച്ചു പറ്റാൻ സാധിക്കുന്നതാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കാൻ ജൂലൈ 16-ന് ശേഷമുള്ള സമയം വളരെ മികച്ചതാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താവുന്നതാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേതുവും ശുക്രനും നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 7-ന് ശേഷം ബുധൻ്റെ വക്രഗതി കാരണം ആശയവിനിമയത്തിലെ പിഴവുകളൊക്കെ വരാതെയും നോക്കേണ്ടതാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ വായിച്ചു നോക്കുക. അനാവശ്യമായ എടുത്തുചാട്ടം ബിസിനസ്സിലൊക്കെ നഷ്ടം വരുത്തിയേക്കാം. എങ്കിലും കഠിനാധ്വാനത്തിലൂടെയൊക്കെ തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി കുംഭൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശനി ഭഗവാൻ നിങ്ങളുടെ 2-ാം ഭാവമായ ധനഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിനർത്ഥം പണം വരും, പക്ഷേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിൽക്കില്ല എന്നാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനാവശ്യമായ ചിലവുകളൊക്കെ നിങ്ങളെ തേടി വരാം. പ്രത്യേകിച്ച് ആഡംബരങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനോ വേണ്ടി വലിയൊരു തുകയൊക്കെ ചിലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജൂലൈ 16-ന് ശേഷം സൂര്യൻ 6-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരമാകുന്നതാണ്. പഴയ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. വല്ല ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചവർക്ക് അത് അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ ഒക്കെ പണം മുടക്കുന്നവർ ഈ മാസം വളരെ ജാഗ്രത പാലിക്കണം. കാരണം ബുധൻ്റെ വക്രചലനം നഷ്ടങ്ങൾക്കൊക്കെ കാരണമായേക്കാം. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കുംഭക്കൂറുകാരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചൊവ്വ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്കോ വാദപ്രതിവാദങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നല്ല നിയന്ത്രണമൊക്കെ വേണം. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. എന്നാൽ 7-ാം ഭാവത്തിലെ ശുക്രൻ്റെ സാന്നിധ്യം പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും. പരസ്പരം മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ മാസം കടന്നു പോകും. മാസാവസാനത്തോടെ ബന്ധുക്കളുടെ സന്ദർശനം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം നടത്തുന്ന ചെറിയ യാത്രകളൊക്കെ കൊണ്ടോ മനസ്സിന് സന്തോഷമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയം കൂടിയാണ്.
ഇനി പ്രണയിക്കുന്നവർക്കും വിവാഹത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രണയത്തിൻ്റെ കാര്യത്തിൽ 5-ാം ഭാവത്തിലെ ബുധൻ്റെ മാറ്റം ചെറിയ തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമായേക്കാം. അനാവശ്യമായ സംശയങ്ങളൊക്കെ പങ്കാളിയുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അകൽച്ചയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുറന്നൊക്കെ സംസാരിക്കാൻ തയ്യാറാകുക. അതേസമയം അവിവാഹിതരായ കുംഭൻ രാശിക്കാർക്ക് വിവാഹാലോചനകളൊക്കെ വരാൻ അനുകൂലമായ സമയമാണ്. ശുക്രൻ 7-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നല്ല ആലോചനകൾ വരുന്നതാണ്. എങ്കിലും കേതുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ആലോചനകളൊക്കെ ഉറപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ അന്വേഷണമൊക്കെ നടത്തുന്നതും നന്നായിരിക്കും. നിലവിൽ വിവാഹിതരായവർ പങ്കാളിയുടെ വികാരങ്ങളെയൊക്കെ മാനിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കുംഭക്കൂറുകാരായ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനമൊക്കെ ആവശ്യമായ സമയമാണ്. 5-ാം ഭാവത്തിൽ ബുധനൊക്കെ വക്രഗതിയിലൊക്കെ നിൽക്കുന്നത് കാരണം പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ നേരിട്ടേക്കാം. മനസ്സ് ചഞ്ചലപ്പെടാനും പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാനും സാധ്യതയുണ്ട്. എന്നാൽ 6-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹമുള്ളതിനാൽ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പമൊക്കെ സമയം ചിലവഴിക്കുന്നതൊക്കെ കുറയ്ക്കുക. അതൊക്കെ മാറ്റി പഠനത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ ഈ മാസം നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി കുംഭക്കൂറുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമാണ്. ഈ മാസം കുംഭം രാശിക്കാർ ആരോഗ്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. 4-ാം ഭാവത്തിൽ ചൊവ്വയും 2-ാം ഭാവത്തിലെ ശനിയും മാനസിക സമ്മർദ്ദത്തിനൊക്കെ കാരണമായേക്കാം. ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവരെ, ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരെ ഇവരൊക്കെ കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കുക. അതിനൊന്നും മടിക്കരുത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അമിതമായ ജോലിഭാരം കാരണം ഉറക്കക്കുറവൊക്കെ അനുഭവപ്പെടാം. വാഹനമൊക്കെ ഓടിക്കുമ്പോഴേ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തണം. ദീർഘദൂര യാത്രകളെ രാത്രികാലങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. എങ്കിലും ജൂലൈ 16-ന് ശേഷം സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ദിവസവും അല്പസമയം പ്രാണായാമത്തിനോ ധ്യാനത്തിനോ ഒക്കെ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ മാസത്തെ ചെറിയ പ്രതിസന്ധികളെയും ദോഷങ്ങളെയും ഒക്കെ മറികടക്കാൻ കുംഭൻ രാശിക്കാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2-ാം ഭാവത്തിൽ ശനിയൊക്കെ തുടരുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി വഴിപാടൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും. ചൊവ്വ 4-ൽ നിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ബുധൻ്റെ വക്രഗതി ദോഷം മാറാൻ വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുകയോ അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ ചൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സന്ദർശനം നടത്തി തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നതും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. ഈ പരിഹാരങ്ങളൊക്കെ ഭക്തിയോടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ജൂലൈ മാസം നിങ്ങൾക്ക് അങ്ങേയറ്റം ശുഭകരമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.